കൊച്ചി തീരത്ത് അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ രക്ഷാദൌത്യം തുടരുകയാണ്. ഇന്നലെയാണ് വിഴിഞ്ഞത്ത് നിന്ന് മറൈൻ ഗ്യാസ് ഓയിലുമായി കൊച്ചിയിലേക്ക് വന്ന MSC എൽസ 3 എന്ന കപ്പൽ ചെരിഞ്ഞത്. കപ്പലിൽ ഉണ്ടായിരുന്ന 24 ജീവനക്കാരും സുരക്ഷിതരാണ്. ക്യാപ്റ്റൻ ഉൾപ്പെടെ 3 പേർ കപ്പലിൽ സുരക്ഷിതരായി തുടരുകയാണ്. കപ്പലിൽ നിന്നുള്ള അപകടകരമായ വസ്തുക്കൾ നിറഞ്ഞ കണ്ടെയ്നറുകൾ തീരത്തടിയാൻ സാധ്യതയുണ്ട്. കണ്ടെയ്നർ അടിഞ്ഞാൽ അടുത്തു പോകുകയോ തുടരുകയോ ചെയ്യരുതെന്നാണ് മുന്നറിയിപ്പ്. തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രദീപ്, ഇന്നലെ മുതൽ ഉണ്ടായ ആശങ്കയാണ്, പക്ഷേ അതിലുണ്ടായിരുന്ന ജീവനക്കാരെല്ലാം സുരക്ഷിതരാണ് എന്നുള്ളതിൽ ഒരു ആശ്വാസമുണ്ട് എങ്കിൽ പോലും രാസവസ്തുക്കൾ അത് കടലിൽ കലർന്നാൽ ഉണ്ടാകുന്ന ഗുരുതരമായ സാഹചര്യം നിലവിലുണ്ട്. നിലവിലെ സാഹചര്യം എങ്ങനെയാണ് പ്രദീപ്? ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത് എല്ലാ ജീവനക്കാരെയും സുരക്ഷിതരാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതിൽ തന്നെ 21 പേരെ പുറത്തെത്തിക്കാനും സാധിച്ചു. ഇനി 3 പേരാണ് കപ്പലിൽ ഉള്ളത്. ഇവരെ കപ്പൽ ചെരിഞ്ഞ കപ്പൽ നേരെ ഉയർത്താൻ ശ്രമം തുടരുന്ന സാഹചര്യത്തിൽ ഇവരുടെ സേവനം അനിവാര്യമാണ് എന്നതുകൊണ്ടാണ് ഈ 3 പേരോട് കപ്പലിൽ തുടരാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവരിൽ ഒരാൾ കപ്പലിന്റെ ക്യാപ്റ്റനാണ്. ഇദ്ദേഹം റഷ്യൻ സ്വദേശിയാണ്. കൂടാതെ ഫസ്റ്റ് എഞ്ചിനീയറും സെക്കൻഡ് എഞ്ചിനീയർ, അങ്ങനെ 3 പേരോടാണ് കപ്പലിൽ തുടരാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം ഇന്നലെ രാത്രിയിൽ നടത്തിയ രക്ഷാദൗത്യങ്ങൾക്ക് ശേഷം നാവികസേനയുടെയോ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ വിശദീകരണം, അവരുടെ ഒരു വാർത്താക്കുറിപ്പ് ഇനിയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പുലർച്ചെ നടന്ന രക്ഷാദൗത്യത്തിൻ്റെ വിശദാംശങ്ങൾ ഇനിയും ലഭ്യമായി വരുന്നതേയുള്ളൂ. എന്തായിരുന്നാലും ഈ കണ്ടെയ്നറുകൾ എത്രമാത്രം കടലിൽ പതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക ഉണർത്തുന്ന കാര്യം. 9 കണ്ടെയ്നറുകൾ വരെ കടലിൽ പതിച്ചിട്ടുണ്ടാകാം എന്നാണ് കരുതുന്നത്. പക്ഷേ അതിനിടയിലും ആശ്വാസകരമായ ഒരു വാർത്ത വരുന്നത്, സാധാരണഗതിയിൽ ഇത്തരം അപകടകരമായ കണ്ടെയ്നറുകൾ കപ്പലിൻ്റെ ഏറ്റവും മുൻഭാഗത്ത് വയ്ക്കാറില്ല. അവ ഏതാണ്ട് മധ്യഭാഗത്തായാണ് അടുക്കി വയ്ക്കാറുള്ളത്. അങ്ങനെയെങ്കിൽ ഇവ കടലിൽ പോയിട്ടുണ്ടാവില്ല എന്നും ഒരു സംശയമുണ്ട്. എന്തായിരുന്നാലും ഏതെങ്കിലും സാഹചര്യവശാൽ കണ്ടെയ്നറുകളോ അല്ലെങ്കിൽ അതിന് ഉള്ളിലുള്ള ബോക്സുകളോ മറ്റോ ഒഴുകി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ യാതൊരു കാരണവശാലും അത് തുറക്കാൻ ശ്രമിക്കരുത്, അതിൽ സ്പർശിക്കരുത് എന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ മുന്നറിയിപ്പ് ഇപ്പോഴും രക്ഷാ ഏജൻസികൾ നൽകുന്നുണ്ട്. മാത്രമല്ല വടക്കൻ കേരളത്തിലായിരിക്കാം ഒരുപക്ഷെ ഇവ കാറ്റിൻ്റെയും തിരമാലയുടെയും ഒക്കെ ഗതി അനുസരിച്ച്, ശക്തി അനുസരിച്ച് ഒരുപക്ഷെ വടക്കൻ കേരളത്തിൽ എത്തിയേക്കാം. അതല്ലെങ്കിൽ തൃശ്ശൂർ മുതൽ ആലപ്പുഴ വരെയുള്ള തീരപ്രദേശങ്ങളിൽ, കടൽ മേഖലയിൽ എത്തിയേക്കാം. എവിടെയായിരുന്നാലും യാതൊരു കാരണവശാലും ഇത് തുറക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കടലിൽ മീൻപിടുത്തത്തിന് പോയിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ അടക്കം ഇക്കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. വയർലെസ് സന്ദേശം മുഖേനയാണ് ഇക്കാര്യം ധരിപ്പിച്ചിരിക്കുന്നത്. ലൈബീരിയൻ പതാകയുള്ള കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. 24 ജീവനക്കാരുണ്ടായിരുന്നു. മുൻപ് പറഞ്ഞതുപോലെ ഇതിൻ്റെ ക്യാപ്റ്റൻ റഷ്യൻ പൗരനാണ്. അത് കൂടാതെ മറ്റ് 20 ഫിലിപ്പിനോകളുണ്ട്, 2 ഉക്രൈൻ സ്വദേശികളുണ്ട്, ഒരു ജോർജിയക്കാരനുണ്ട്. അങ്ങനെയാണ് 24 പേരുള്ളത്. എയർ ഡോണിയർ വിമാനങ്ങളാണ് രക്ഷാപ്രവർത്തനത്തിന് മുൻപന്തിയിൽ നിൽക്കുന്നത്. കൂടാതെ തീര സംരക്ഷണ സേനയുടെയും നാവികസേനയുടെയും 3 കപ്പലുകൾ സർവ്വസന്നാഹങ്ങളുമായി ഈ ചെരിഞ്ഞു കിടക്കുന്ന കപ്പലിന് അടുത്ത് തന്നെയുണ്ട്. ഒരു കടൽ ചുഴിയിൽപ്പെട്ടതാണ് അപകടത്തിന് കാരണം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു ഇൻഡിഗോയുടെ വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടു എന്നുള്ള വാർത്ത. സമാനമായി വെള്ളത്തിൽ കടൽ ചുഴിയിൽപ്പെട്ടതാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാൻ സാധ്യത എന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം കടലിൻ്റെ അപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് അത്തരം കാര്യങ്ങളുടെ ഒരു ഔദ്യോഗികമായ റിപ്പോർട്ട് പുറത്തു വരുന്നതേ ഉള്ളൂ. മറ്റൊരു ആശങ്ക വളർത്തുന്ന കാര്യമെന്ന് പറയുന്നത്, അഥവാ ഈ രാസവസ്തുക്കൾ വെള്ളത്തിൽ കലരുകയാണ് എങ്കിൽ അവ കടൽ ജീവികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കുമൊക്കെ നാശം സംഭവിക്കാൻ ഇടയാക്കുന്ന ഒന്നാണ്. അവയുടെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്ന ഒന്നാണ്. മാത്രവുമല്ല മനുഷ്യരുടെ ഉൾപ്പെടെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിച്ചേക്കാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നത്. പ്രദീപ്, അത് തന്നെയാണ് വലിയൊരു ആശങ്കയായിട്ട് മുന്നിലുള്ള വസ്തുത. പക്ഷേ ഈ കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ രക്ഷാദൌത്യം തുടരുന്ന ഘട്ടത്തിൽ കാലാവസ്ഥ കൂടി അതീവ ദുഷ്കരമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ രക്ഷാദൌത്യം എപ്പോൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രദീപ്? ഈ ചെരിഞ്ഞു നിൽക്കുന്ന കപ്പൽ നേരെയാക്കുക, അതും പ്രത്യേകിച്ച് ഒരു കടൽ ചുഴിയിൽപ്പെട്ട് ചെരിഞ്ഞു നിൽക്കുന്ന ഒരു കപ്പൽ നേരെയാക്കുക എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് പറയാനാവില്ല. സാങ്കേതിക വൈദഗ്ധ്യം അനിവാര്യമാണ്. അതിനേക്കാളേറെ ഈ പറഞ്ഞതുപോലെ കാലാവസ്ഥയാണ് ഏറ്റവും അനുകൂലമാകേണ്ട ഒരു ഘടകമെന്ന് പറയുന്നത്. ഈ കൊച്ചി തീരത്ത് തന്നെ ഇന്ന് പല പ്രദേശങ്ങളിലും, പ്രത്യേകിച്ച് ഈ മുനമ്പ് മുതൽ ആലപ്പുഴ വലിയഴിക്കൽ വരെയുള്ള മേഖലകളിലൊക്കെ ചില സമയങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാത്രിയിൽ എല്ലാം തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. വേലിയേറ്റം, വേലിയിറക്കം, ഇതിനെ എല്ലാം ആശ്രയിച്ചായിരിക്കും ഈ കപ്പൽ നേരെയാക്കാനുള്ള ദൗത്യത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്. അതേസമയം സാങ്കേതികമായി എല്ലാ സഹായങ്ങളും സുസജ്ജമാണ്. പ്രത്യേകിച്ച് നാവികസേനയുടെയും തീര സംരക്ഷണ സേനയുടെയും സാങ്കേതിക നിർദ്ദേശങ്ങളുണ്ട്, മറൈൻ എക്സ്പേർട്സിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. അതാണ്
സാങ്കേതികമായി പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അനുകൂലമായി മാറേണ്ട ഘടകമെന്ന് പറയുന്നത് കാലാവസ്ഥ തന്നെയാണ്. ഈ കാലാവസ്ഥയിലും അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നതുകൊണ്ട് രക്ഷാപ്രവർത്തനം എന്ന് പൂർണ്ണമായും പറയാനാകുമോ എന്നറിയില്ല. ഈ കപ്പൽ നേരെയാക്കുന്ന ദൗത്യം നടക്കുന്നത് കൊണ്ടാണ് കപ്പലിൻ്റെ ക്യാപ്റ്റനോടും ചീഫ് എഞ്ചിനീയറോടും സെക്കൻഡ് എഞ്ചിനീയറോടും കപ്പലിൽ തന്നെ തുടരാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഈ കപ്പലിൻ്റെ സാങ്കേതികമായ വശങ്ങളെക്കുറിച്ച് ഏറ്റവും കൃത്യമായി അറിയാവുന്നതും അവ പ്രവർത്തിപ്പിച്ച് വന്നിരുന്നതും ഈ ജീവനക്കാരാണല്ലോ. അതുകൊണ്ട് തന്നെ അവരോട് കപ്പലിൽ തുടരാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. എന്തായിരുന്നാലും ഇന്ന് കുറച്ച് കഴിയുമ്പോൾ ഇക്കാര്യത്തിലൊരു അന്തിമമായ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതായത് കപ്പൽ ഉയർത്തുന്ന ജോലികളിൽ ഒരു പുരോഗതി ഉണ്ടാകുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഇത്തരം കാര്യം ഒരു ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയതിനു ശേഷം മാത്രമേ നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കുകയുള്ളൂ. നാവികസേനയുടെ ഇത് സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ തീരസംരക്ഷണ സേനയുടെ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിശദീകരണം വൈകാതെ തന്നെ ലഭ്യമാകുമെന്ന് കരുതുന്നു. എന്തായിരുന്നാലും കപ്പൽ വലിയ തോതിൽ, അതായത് ഒരു മറിയും എന്നുള്ള തരത്തിലേക്കൊന്നും ചെരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. അതേസമയം ഇതിന് നമുക്കറിയാം പല ഭൂഖണ്ഡങ്ങളിലൂടെ കപ്പലുകൾ യാത്ര ചെയ്യുന്നവയാണ്. ചിലപ്പോഴൊക്കെ ഇത്തരത്തിൽപ്പെട്ട നേരത്തെ ബ്രസീലിലും മറ്റും നമ്മൾ കണ്ടിരുന്നു. അപ്രതീക്ഷിതമായി സംഭവിച്ച അപകടമാണ്. പക്ഷേ ഈ കപ്പലിൽ അപകടകരമായിട്ടുള്ള ചില രാസവസ്തുക്കൾ ഉണ്ട്, കണ്ടെയ്നറുകൾ ഉണ്ട്. അത് തീരത്തടയാനുള്ള സാധ്യതയുണ്ട്. അതിലാണ് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ അടിയുകയാണെങ്കിൽ അടുത്ത് പോവുകയോ തൊടുകയോ ചെയ്യരുത് എന്നുള്ള മുന്നറിയിപ്പാണ്. തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.